നമ്മുടെ ആശുപത്രിയിലേക്കൊരു പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്ന ആദ്യ സമയത്ത് അവരുടെ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് OPDയിലേക്ക് എത്തുന്നത്. അങ്ങനെ OPDയിലേക്ക് എത്തുന്ന പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ ഇൻഫർമേഷൻസ്, അവർ വരാനുണ്ടായ സാഹചര്യം, ഇപ്പോഴത്തെ അവരുടെ ബോഡി കണ്ടീഷൻസ്, ഇതെല്ലാം ചേർന്ന അവരെക്കുറിച്ചുള്ള ഒരു ഇനിഷ്യൽ അസസ്മെൻ്റാണ് ആദ്യത്തെ ഒരു പേഷ്യൻ്റ് ഒരു ക്ലിനിക്കൽ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുക അവരുടെ ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യലാണ്. ഇത് ഔട്ട് പേഷ്യൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടി കൃത്യമായ ഫോർമാറ്റുണ്ട്. ഇനി ഇതൊരു എമർജൻസി മെഡിസിനിലാണെങ്കിൽ ആ എമർജൻസി മെഡിസിനിൽ അവർ വരാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ നമുക്കറിയാം. നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി നമ്മളോട് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അൺനോൺ പേഷ്യൻസ് ആണ് എങ്കിൽ ആ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റണം എന്ന് നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് എടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുൾപ്പെടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ ഉണ്ടാവണം ഈ ഇനിഷ്യൽ അസസ്മെൻറ്റിന്. അത് ഡേ കെയറിലായാലും IP-യിലാണെങ്കിലും. ഇനി IP-യിലേക്ക് നമ്മുടെ പേഷ്യൻസ് വരുമ്പോൾ OP-യിലോ എമർജൻസിയിലോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ഇനിഷ്യൽ അസസ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. വീണ്ടും ഇതേ കാര്യങ്ങൾ എൻക്വയറി ചെയ്ത് അവിടെ ഡേറ്റ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ OPDയിൽ ചെയ്ത ഇനിഷ്യൽ അസസ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് നോക്കിയാൽ മതി. എന്തെങ്കിലും കമൻസ് ആഡ് ഓൺസ് വേണമെങ്കിൽ അവിടെ ചെയ്താൽ മതി. പക്ഷെ അത് കംപ്ലീറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. എന്തായിരുന്നു ഇനിഷ്യൽ അസസ്മെൻറ്റ്, അതിനുശേഷം എന്തെങ്കിലും പ്രോഗ്രസ് IP-യിലേക്ക് മാറ്റുന്നതിനിടയിലുണ്ടായെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇതിന് ആ ഒരു AAC4A എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന AAC4 എന്ന ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത് ദ ഇനിഷ്യൽ അസസ്മെൻറ്റ് ഓഫ് ദ ഔട്ട് പേഷ്യൻറ്റ്, ഡേ കെയർ, ഇൻപേഷ്യൻറ്റ് ആൻഡ് എമർജൻസി പേഷ്യൻറ്റ് ഈസ് ഡൺ ഇൻ എ സ്റ്റാൻഡർഡൈസ്ഡ് മാനർ. അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മാനറിൽ ഈ 4 വിഭാഗത്തിലേക്കും എത്തുന്ന, ഇനി ഇങ്ങനെ പറയുമ്പോൾ ഈ എമർജൻസിയിലും OP-യിലും അല്ലാതെ വരുന്ന പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ആൻഡ് കീമോതെറാപ്പി പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഗ്രേപ്സിൽ നമ്മുടെ ഗ്രേപ്സ് IDMR എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് OP-യിലാണെങ്കിലും എമർജൻസി മെഡിസിനിലാണെങ്കിലും ഒക്കെ ഓപ്ഷനുണ്ട്. ഇനി എമർജൻസി മെഡിസിൻ സ്പെഷ്യലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ എപ്പിക് വാൾ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ED സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. ആ ED സോഫ്റ്റ്വെയറിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു പേഷ്യൻ്റെ അറൈവൽ മാർക്ക് ചെയ്യാനും ട്രയാജ് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരു ഇനിഷ്യൽ അസസ്മെൻറ്റിലാണ് തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡയാലിസിസിലും മറ്റുമൊക്കെ വരുന്ന പേഷ്യൻസിൻ്റെ ഇനിഷ്യൽ അസസ്മെൻ്റ് ഒരു ക്രൂഷ്യൽ സംഗതിയാണ്. അത് നമുക്ക് ഡയലോഗ് എന്ന് പറഞ്ഞ ആപ്പ് അറിയാം. ആ ഡയലോഗിൽ കൃത്യമായി നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു AAC4A എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ ഒരു ഓർഗനൈസ്ഡ് ഇനിഷ്യൽ അസസ്മെൻറ്റ്, അത് യൂണിഫോം ആയിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും. ഡിപ്പാർട്ട്മെൻറ്റ് സെഗ്രിഗേഷനിൽ വളരെ അത്യാവശ്യമുള്ള മാറ്റങ്ങൾ അതിൽ നമുക്ക് വരുത്തുന്നതിന് ആവശ്യമുണ്ട്. കാരണം ചില സാഹചര്യങ്ങളിൽ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസിനും ഹിസ്റ്ററിയും അവരുടെ വൈറ്റൽസും ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവരുടെ അലർജിയും മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റ് ചില സാഹചര്യത്തിൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് വേണ്ടി വരുമെങ്കിൽ ആ സ്പെഷ്യൽ കേസിൽ അതും മാർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. AAC4A നമുക്ക് കൃത്യമായ സ്റ്റാൻഡർഡൈസ്ഡ് മാനറുള്ള ഇനിഷ്യൽ അസസ്മെൻറ്റ് ഉണ്ടാവണം.